അകത്ത് കടത്തുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ഭക്ഷിക്കുക. ദ്രുതം എന്ന പദത്തിന്റെ വിപരീത പദം ഏത്? മന്ദം. നെടുമണി എന്ന പദം പിരിച്ചെഴുതുക. നെല് പ്ലസ് മണി. ശത്രു എന്ന പദത്തിന്റെ പര്യായം ഏത്? വൈരി. ശരിയായ പദം ഏത്? പ്രദക്ഷിണം. ഡി ആണ് ആൻസർ. ഒരു കൈ നോക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? പരീക്ഷിക്കുക. കൺ പ്ലസ് നീർ. കണ്ണീർ എന്ന പദത്തിന്റെ സന്ധി ഏതാണ്? ആദേശസന്ധി. ടു നിപ്പ് ഇൻ ദി ബഡ് എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? മുളയിലെ നുള്ളുക. ടു നിപ്പ് ഇൻ ദി ബഡ് എന്ന ശൈലിയുടെ അർത്ഥമാണ് മുളയിലെ നുള്ളുക. ജിജ്ഞാസ എന്ന പദത്തിന്റെ ശരിയായ അർത്ഥം ഏത്? അറിയാനുള്ള ആഗ്രഹം. വിദ്വാൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ പദം ഏത്? വിദുഷി. പുരം നഗരം. പൂരം ആഘോഷം. സാക്ഷികാരകമായ വിഭക്തി വിഭാഗം ഏതാണ്? സംയോജിക. മുൻവിനയച്ചത്തിന് ഉദാഹരണം ഏത്? ഓടിക്കയറി. ഒറ്റപ്പദം എഴുതുക. അന്യദേശത്തുള്ളവൻ. പരദേശി. പിരിച്ചെഴുതുക. ഇക്കാര്യം. ഈ അധികം കാര്യം. സി ആണ് ആൻസർ. കൊടിക്കൂറ എന്ന അർത്ഥത്തിന് പ്രയോഗിക്കാവുന്ന പദം ഏതാണ്? ഖേദനം. ശരിയായ പദം ഏത്? അഖിലേഷൻ. ഓപ്ഷൻ സി ആണ് ആൻസർ. ചെമ്പ് തെളിയുക എന്ന പ്രയോഗത്തിന്റെ അർത്ഥം ഏതാണ്? സത്യം പുറത്താകുക. കൂപം എന്ന പദത്തിന്റെ അർത്ഥം ഏതാണ്? കിണർ. ഓഫ് ആൻഡ് ഓൺ എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? വല്ലപ്പോഴും.